മധ്യപ്രദേശ് നിയമസഭയിലെ അംഗസംഖ്യ നോക്കിയാൽ രാജ്യസഭയിലേക്ക് ബിജെപിക്ക് ജയിപ്പിക്കാൻ പറ്റുന്നത് 2 പേരെയാണ്. പക്ഷെ എന്നിട്ട് 3 സ്ഥാനാർത്ഥികളെ ഇട്ടു. അത് ഈ തിരക്കഥ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്നത് കൊണ്ടാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. രണ്ടാമത്തെ ആരോപണം, തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും ബിജെപിയുടെ ബി ടീമായി മാറിയിരിക്കുന്നു. ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനം എന്ന രീതിയിൽ ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ പറ്റില്ല എന്നാണ്. എല്ലാം കണ്ടല്ലോ നീ. ഇതൊക്കെ എവിടുത്തെ പ്രശ്നം? അല്ല, കോൺഗ്രസിന് ഇപ്പൊ എന്താ ആക്ഷേപിക്കാൻ പാടില്ലാത്തത്? ഇന്ത്യ രാജ്യത്ത് ഒരു പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് കോടതി റദ്ദാക്കിയിട്ടുണ്ടെങ്കിലേ അത് ഈ കോൺഗ്രസിന്റെ നേതാവ് ശ്രീമതി ഇന്ദിരാഗാന്ധിന്റെ ഓർമ്മയുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ സർക്കാർ വാഹനങ്ങൾ ഉപയോഗിച്ചു. മറ്റൊരു ഗുരുതര ആരോപണം എന്താ അറിയോ? ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ഇന്ദിരാഗാന്ധിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റായി. എവിടെ കേട്ടിട്ടുണ്ടോ? ഇല്ല കേൾക്കുന്നില്ല. അത് വഴിയേ അറിഞ്ഞോളൂ. സർക്കാർ ഉദ്യോഗസ്ഥൻ സ്ഥാനാർത്ഥിയുടെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആവുക. അലഹബാദ് ഹൈക്കോടതി കണ്ടെത്തി. രാജനാരായണൻ കൊടുത്ത ഹർജിയിൽ റായ്ബറേലിയിൽ ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പിൽ തന്റെ പ്രചരണത്തിന് സർക്കാർ വാഹനങ്ങൾ ഉപയോഗിച്ചു. ഒരു ഉത്തരവാദിത്തപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥരെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ആക്കി. ഇതൊക്കെ തെളിയിച്ചിട്ട് ഇന്ദിരാഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഞങ്ങളുടെ നേതാക്കന്മാരെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയിട്ടില്ലെന്ന് വരെ മുൻ ഭരണാധികാരികൾ ചെയ്ത തെറ്റുകൾ തിരുത്താനല്ലേ സർ പുതിയ സർക്കാരിനെ ജനം തിരഞ്ഞെടുക്കുന്നു. അപ്പൊ അതിനേക്കാൾ വലിയ തെറ്റുകൾ ചെയ്യുകയാണോ ജനാധിപത്യത്തോട് ചെയ്യേണ്ടത്? അത് മുഴുമിക്കട്ടെ, അത് ഞാൻ മുഴുമിക്കട്ടെ. അല്ലല്ല, ഇത് മുഴുമിക്കട്ടെ. ഇത് മുഴുമിച്ചിട്ട് ഞാൻ പറയാം. പറയുന്നു അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. അങ്ങനെ ചെയ്തതിനെതിരെ ഇന്ദിരാഗാന്ധി സുപ്രീം കോടതിയിൽ പോയപ്പോൾ ജസ്റ്റിസ് വി.ആർ. കൃഷ്ണയ്യർ ഭാഗികമായ സ്റ്റേ കൊടുത്തു. ഭാഗികമായ സ്റ്റേ. ഇന്ദിരാഗാന്ധിക്ക് പ്രധാനമന്ത്രിയായി തുടരാം, പക്ഷെ ലോക്സഭയിൽ വോട്ട് ചെയ്യരുത്. ഒരു കുഴപ്പമില്ല കോൺഗ്രസിന്, കാരണം 370 സീറ്റുണ്ട് കോൺഗ്രസിന്. ഇന്ദിരാഗാന്ധി വോട്ട് ചെയ്തിട്ടില്ല, കോൺഗ്രസിന് ഒരു തകരാറ് സംഭവിക്കില്ല. എന്താ ഇന്ദിരാഗാന്ധി എങ്ങനെയാ പ്രതികരിച്ചത്? പിറ്റേന്ന് രാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അല്ലേ? അതേതായാലും നന്നായി. കുടുംബത്തിൽ പറഞ്ഞവർ ഇങ്ങനെ തന്നെ ചെയ്യണം. ഇതിപ്പോ നാളെ അറിയുവോ അറിയാതിരിക്കോ ചെയ്യട്ടെ. എന്തായിരുന്നാലും അതിന്റെ കൊസറാക്കൊള്ളി മുഴുവൻ എന്റെ നേർക്കാണല്ലോ വരുന്നേ. ഞാൻ സഹിച്ചു. കോടതി വിധി എതിരായപ്പോ പിറ്റേന്ന് രാത്രി ജൂൺ 26-ന് കുളിമുറിയിൽ കുളിച്ചോണ്ടിരിക്കുന്ന പ്രസിഡന്റിനെ കൊണ്ട് ഒപ്പിടിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അപ്പൊ ഇതൊക്കെ ചെയ്ത കോൺഗ്രസുകാർ വലിയ വർത്താനം പറയരുത്. 2017 തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു. ഗുജറാത്തിലെ നേതാക്കൾ ഡൽഹിയിൽ വന്ന് പരാതി കൊടുത്തു. അന്ന് തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെട്ടു. ഇവിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല, മൗനം പാലിച്ചു. പിന്നെ എന്താണ് ഈ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പണി? സ്ഥിരം പരിപാടിയാ. തനിക്ക് വേറെ ഒരു ജോലിയില്ലേ? നമ്മുടെ ഒരു പ്രധാന ജോലി ഇതാണ്. മഞ്ചേശ്വരത്ത് ഞങ്ങൾ എന്താ ചെയ്തത്? ഇലക്ഷൻ കമ്മീഷനെ തല്ലാൻ പോയില്ലല്ലോ. മാർക്സിസ്റ്റുകാർ ഇഡിയെ തല്ലാൻ പോയ പോലെ ഞങ്ങൾ എന്താ ചെയ്തത്? 400 കള്ളവോട്ട് നടന്നു മഞ്ചേശ്വരത്ത് 2016. ഞങ്ങൾ 89 വോട്ടിന് സുരേന്ദ്രൻ തോറ്റു. ഞങ്ങൾ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഞങ്ങൾ തെളിയിച്ചു. ഏതാണ്ട് 10-60 കള്ളവോട്ട് തെളിയിച്ചു. പക്ഷേ എതിർ സ്ഥാനാർത്ഥി അന്നത്തെ MLA മരിച്ചുപോയി. പിന്നെ കേസിന് നിലനിൽപ്പില്ലാണ്ടായി. ഞങ്ങൾ അങ്ങനെയാ ചെയ്തത്. ഞങ്ങൾ ഗുരുവായൂരും തലശ്ശേരിയും തള്ളിയപ്പോൾ ഞങ്ങള് മാർക്സിസ്റ്റുകാർ ചെയ്തോണോ ഇലക്ഷൻ കമ്മീഷൻ തല്ലാൻ പോയിട്ടില്ല, റിട്ടേണിംഗ് ഓഫീസറെ കല്ലെറിയാൻ പോയിട്ടില്ല. ഞങ്ങള് കേരള ഹൈക്കോടതിയെ സമീപിച്ചതാണ്. അപ്പൊ കോടതിയെ സമീപിക്കണോ? ഞങ്ങൾ അങ്ങനെയാ ചെയ്തത്. ഞങ്ങൾക്കും ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ കേരളത്തിൽ BJP കേന്ദ്രം ഭരിക്കുമ്പോഴും 2021 തലശ്ശേരിയിലെ ഗുരുവായൂരും അന്ന് ഞങ്ങൾ കോടതിയിൽ പോയതാ. നിങ്ങളും കോടതിയിൽ ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല, എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. നിങ്ങളിവിടെ അടിയന്തരാവസ്ഥയുടെ കാര്യം BJPയുടെ പ്രകൃതി പറഞ്ഞല്ലോ. എങ്ങനെയാണ് കോൺഗ്രസ് ആദ്യമായിട്ട് തോറ്റുപോയത്? എങ്ങനെയാണ് ഇന്ദിരാഗാന്ധി തോറ്റുപോയത്? അടിയന്തരാവസ്ഥ കൊണ്ടതുകൊണ്ടാ, ജനാധിപത്യത്തെ കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ടാ. അന്ന് അതുകൊണ്ടാ തോറ്റുപോയത്. അതന്നത്തെ ചോരത്തിളപ്പിന് ഇവരുടെ വിചാരം ഈ BJP സർക്കാർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മോഡിയുടെ സർക്കാർ എന്ന് പറയുന്നത് കൽപ്പാന്ത കാലത്തോളം ഇന്ത്യ ഭരിക്കാൻ പോവാണെന്നാ. ആ ഒറ്റ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് പ്രതിഷേധം. അറിയുകയാണ്, സകല നിയമങ്ങളും ലംഘിച്ച് അല്ലെങ്കിൽ സകല കീഴ്വഴക്കങ്ങളും ഇല്ലാതാക്കി ജനാധിപത്യത്തെ തച്ചു കൊന്നിട്ട് പറയുകയാണ് നിങ്ങൾ കോടതി പൊക്കോ, നിങ്ങൾ കോടതി പോയിട്ട് ജയിച്ചു വന്ന്. ഇത് എവിടുത്തെ ന്യായമാ? എന്ത് ജനാധിപത്യമായത്? നൈസായിട്ട് വെളുപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ജനാധിപത്യത്തെ നിങ്ങളുടെ കൊല്ലാക്കൊലയാണ്. നിങ്ങൾ ചിരിക്കും. ശ്രീ പത്മനാഭൻ, നിങ്ങൾക്കിത് ചിരിയാ.
ഞാനീ പറയുന്നത് ജനാധിപത്യം പുലരണമെന്ന് ആഗ്രഹമുള്ളവരുടെ ഒരാളായിട്ടാണ് ഈ പറയുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് മനഃപൂർവ്വവും അല്ലാതെയോ ഉള്ള വീഴ്ച കാരണമോ എതിർ സ്ഥാനാർത്ഥിയുടെ ചട്ടലംഘനം കാരണമോ ഒരു സ്ഥാനാർത്ഥി പരാജയപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിന് ദോഷം സംഭവിച്ചാൽ എന്താ ചെയ്യേണ്ടത്? തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ച് 45 ദിവസത്തിനുള്ളിൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം. നടന്നു തന്നെ. അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. എനിക്ക് ഈ വേഷം മാത്രമേ ഉള്ളൂ, ക്ഷമിക്കണം. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണല്ലോ തിരഞ്ഞെടുപ്പ് നടത്തിപ്പിന്റെ ആത്യന്തികമായ ഉത്തരവാദിത്വം. ആദ്യം തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നേരിട്ട് കണ്ട സ്ഥാനാർത്ഥി പരാതി നൽകിയിട്ട് ആ കാര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ട് മൗനം പാലിച്ചു? തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് വേണ്ടി സംസാരിക്കാൻ എനിക്ക് സാധ്യമല്ല. അത് അയാളോട് ചോദിക്കണം. അതാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത്. ഞാൻ കോൺഗ്രസുകാരനോട് പറയുന്നത്, നിങ്ങൾ ഇന്ന് സ്വീകരിച്ച നിയമപരമായ മാർഗം തെറ്റാണ്. നിങ്ങൾ സുപ്രീം കോടതിക്കല്ല പോകേണ്ടത്. ഇലക്ഷൻ ഫലം പ്രഖ്യാപിക്കുന്നു. ഇന്നലെ 3 BJP സ്ഥാനാർത്ഥികളെ ജയിച്ചതായി പ്രഖ്യാപിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? 45 ദിവസത്തിനുള്ളിൽ മധ്യപ്രദേശ് ഹൈക്കോടതിയിൽ ഇലക്ഷൻ പെറ്റീഷൻ ഫയൽ ചെയ്യണം. അതാണ് നിയമപ്രകാരമുള്ള മാർഗം. അതിന്റെ യാതൊരു ആവശ്യമില്ല. കോടതികളും തിരഞ്ഞെടുപ്പ് കമ്മീഷനും അടക്കം സകല ഭരണഘടനാ സ്ഥാപനങ്ങളും സർക്കാരിന് കീഴടങ്ങിയിരിക്കുന്നുവെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. നീ എന്താ അത് ചോദിക്കാത്തതെന്ന് വിചാരിച്ചിരിക്കുന്നു. അത് 1975 അതല്ല ഇന്ദിരാഗാന്ധി 3 ജഡ്ജിമാരെ മറികടന്ന് 4ാമനെ ചീഫ് ജസ്റ്റിസ് ആക്കിയത്. ജസ്റ്റിസ് ശേലത്തിനെ, ജസ്റ്റിസ് ഗ്രോവറിനെ, ജസ്റ്റിസ് ഹെഗ്ഡെയെ മറികടന്ന് ഇന്ദിരാഗാന്ധി താൻ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളെ പിടിച്ച് ചീഫ് ജസ്റ്റിസ് ആക്കി. ആ നടുക്കടലിൽ ചെന്നാലും നക്കിയെ കുടിക്കുള്ള അമ്മജി. അതുകൊണ്ടല്ലേ 3 ജഡ്ജിമാർ രാജിവെച്ചത്. ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി സുപ്രീം കോടതിയിലെ 3 ജഡ്ജിമാർ രാജിവെച്ച് പോയത് അതുകൊണ്ടല്ലേ. ജസ്റ്റിസ് HR ഖന്ന ഹേബിയസ് കോർപ്പസ് കേസ് വിധി പറയുന്ന തലേ ദിവസം സഹോദരിക്ക് അയച്ച കത്തുണ്ട്. അതെന്താ പറയുന്നറിയോ? നാളെ ഞാൻ സർക്കാരിനെതിരെ വിധി പറയാൻ പോവുകയാണ്. എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ ഭാര്യയെയും കുട്ടികളെയും നീ നോക്കണം എന്ന് ഇന്ത്യ രാജ്യത്തെ ഒരു സുപ്രീം കോടതി ജഡ്ജ് HR ഖന്ന, പിന്നീട് നിയമമന്ത്രിയായി അദ്ദേഹം എഴുതി വെച്ച ചരിത്രം ഇവിടെ ഉണ്ട്. അതൊക്കെ കോൺഗ്രസിന്റെ കാലത്ത്, അടിയന്തരാവസ്ഥ കാലത്ത്. ആ മഹത്തായ ചരിത്രമുള്ള കോൺഗ്രസ് ദയവ് ചെയ്ത് മറ്റുള്ളവരെ ഇതൊന്നും പഠിപ്പിക്കരുത്. നിങ്ങളെ കാലത്താണ് കോടതിയിൽ ഇതൊക്കെ നടന്നത്. ഇതൊക്കെ സുപ്രീം കോടതിയിൽ നടന്നത് നിങ്ങളുടെ കാലത്താണ്. അപ്പോ കണ്ണാടി നോക്കുക, കണ്ണാടി നോക്കിയിട്ട് ഇതൊക്കെ ഓർക്കുക. വെറുതെ BJPന്റെ തലയിൽ അതും ഇതും വിളിച്ചു പറയണ്ട. പിന്നെ നോമിനേഷൻ മര്യാദയ്ക്ക് ഫില്ലപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമല്ല. പിന്നെ കോടതിയിൽ ഹൈക്കോടതി കൊടുക്കേണ്ട അരിജി കൊണ്ടുപോയി സുപ്രീം കോടതി കൊടുത്തതിനു ഞങ്ങളെ കുറ്റം പറയണ്ട. നിങ്ങൾ ആദ്യം നിങ്ങളുടെ തെറ്റൊക്കെ തിരുത്ത്, നിങ്ങളുടെ അബദ്ധങ്ങളൊക്കെ തിരുത്ത് കേട്ടോ. അതാ നിങ്ങൾ ചെയ്യേണ്ടത്. കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ?